ഈ വരുന്ന 14-ാം തീയതി മോട്ടോ G82 ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആവും. പക്ഷേ പലർക്കും ഉള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ 21,500 രൂപ കൊടുത്ത് ഇങ്ങനെ ഒരു ഫോൺ എടുക്കണോ എന്നുള്ളതാണ്. കാരണം ഈ ഒരു ബഡ്ജറ്റിൽ സ്നാപ്ഡ്രാഗൺ 6 സീരീസിൽ വരുന്ന 695 എന്ന ചിപ്പാണ് ഈ ഡിവൈസിൽ വരുന്നത്. ഇതേ ബഡ്ജറ്റിൽ തന്നെ സ്നാപ്ഡ്രാഗൺ 860 കിട്ടും. അതുപോലെ തന്നെ 5G വേണമെങ്കിൽ 778G കിട്ടും. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഈ ഫോൺ വരുന്നതിൻ്റെ ഒരു ലോജിക് എന്താണ്, ഈ ഫോൺ ആർക്കായിരിക്കും ഏറ്റവും സ്യൂട്ട് ആവുന്നത്, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യു. ഈ ഫോണിനെ കുറിച്ച് ആദ്യമേ ഞാൻ വായിച്ചപ്പോൾ കൊള്ളാം, കുഴപ്പമില്ലാത്തൊരു ഫോൺ എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഈ ഫോണിന് മറ്റൊരു പ്രത്യേകതയും കൂടെയുണ്ട്. ഇത് ഒരു ക്ലീൻ നീറ്റ് സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്ക് ബെസ്റ്റ് ആയിരിക്കും. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഒട്ടുമിക്ക എല്ലാ ഫോണുകളും, പ്രത്യേകിച്ച് ഈ ഒരു 20,000 22,000 ബഡ്ജറ്റിലുള്ള ഫോണുകൾ വളരെ പോളറൈസ്ഡ് ആണ്. ഒന്നെങ്കിൽ അത് ക്യാമറയ്ക്ക് വേണ്ടി ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഗെയിമിങ്ങിന് വേണ്ടിയുള്ളതായിരിക്കും. ഒരു വെൽ ബാലൻസ്ഡ് ഫോൺ നോക്കുന്നവർക്ക്, പ്രത്യേകിച്ച് പരസ്യങ്ങളില്ലാത്ത, അനാവശ്യ ബ്ലോട്ട്വെയറുകളില്ലാത്ത ഒരു ഫോൺ നോക്കുന്നവർക്ക് ഇതെടുത്തോളൂ എന്ന് പറയാനായിട്ട് ഒത്തിരി ഫോണുകൾ നമുക്ക് സജസ്റ്റ് ചെയ്യാനില്ല. അതുപോലെ തന്നെ പോക്കോയുടെയൊക്കെ ഈ ഇടയ്ക്കുണ്ടായ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എക്സ്റ്റെൻസീവായിട്ട് കവർ ചെയ്തതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ കാരണം പോക്കോ ഫോണുകളൊക്കെ ഇനി സജസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ റിയൽമിയും സാംസങ് ഒക്കെയാണ്. പക്ഷേ അത് എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല. പ്രത്യേകിച്ച് റിയൽമിയിൽ വരുന്ന ചില ബ്ലോട്ട്വെയറുകളും അതുപോലെ പരസ്യങ്ങളും പലർക്കും താല്പര്യമില്ലായിരിക്കും. ഇച്ചിരി ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് നോക്കുന്നവർക്ക് വിത്തൗട്ട് എ ഡൗട്ട് മോട്ടോ തന്നെ സജസ്റ്റ് ചെയ്യാനുള്ളൂ. ഇക്കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ മോട്ടോയുടെ തന്നെ മോട്ടോ G71 ഒരു നല്ല അപ്ഡേറ്റ് ആണ് മോട്ടോ G82. ഇപ്പോൾ G71 വന്ന ചില നല്ല കാര്യങ്ങൾ, അതിൻ്റെ കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള വേർഷനാണ് G72 വന്നിട്ടുള്ളത്. ഇവിടെയും ആമോലെഡ് ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷേ ഇവിടെ 100% P3 കളർ ഗ്യാമറ്റൊക്കെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൗണ്ടിൻ്റെ കാര്യത്തിൽ ഇവിടെയും ഡോൾബി അറ്റ്മോസ് തന്നെയുണ്ട്. പക്ഷേ ഇവിടെ ഡ്യുവൽ സ്പീക്കർ മുകളിലും താഴെയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യത്തിൽ 50 മെഗാപിക്സൽ ക്യാമറ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ അതിന് OIS ഉണ്ട്. അപ്പോൾ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വീഡിയോ ഒക്കെ എടുക്കുന്നവർക്ക് ഒത്തിരി ഉപകാരപ്പെടും. അതുപോലെ തന്നെ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയിലും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി G71 നല്ല കാര്യങ്ങൾക്ക് ഒന്നും മാറ്റവും വന്നിട്ടില്ല. ഇവിടെയും 5000 mAh ബാറ്ററി ഉണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഇവിടെയുണ്ട്, 33 വാട്ട്. സ്നാപ്ഡ്രാഗൺ 695 ചിപ്പ് തന്നെയാണ് ഇവിടെയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അത് വലിയ കുറവുള്ള ചിപ്പാണെന്നോ അല്ലെങ്കിൽ ഒട്ടും തന്നെ പോരാത്ത ചിപ്പാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം മോട്ടോയുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള റെഡ്മിയും റിയൽമിയും ഒക്കെ ഈ ചിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനോട് സമാനമായിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴും ഫോണുകൾ ഇറക്കുന്നുണ്ട്. കേപ്പബിൾ ആയിട്ടുള്ളൊരു ചിപ്പ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ എക്സ്ട്രീം ഗെയിമിംഗ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതിനേക്കാളും നല്ലത് മറ്റ് ചില ഫോണുകൾ എടുക്കുന്നതായിരിക്കും. മൊത്തത്തിൽ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു ഹാർഡ് കോർ യൂസർ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ നിങ്ങൾക്ക് സ്യൂട്ടാവും. കാരണം ക്യാമറയ്ക്ക് ക്യാമറയുണ്ട്, നല്ല ഡിസ്പ്ലേ ഉണ്ട്, നല്ല സൗണ്ട് പ്രതീക്ഷിക്കാം, ബാറ്ററിക്ക് ബാറ്ററി ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ തന്നെ. അപ്പോൾ ഈ പരസ്യവും ചവറ് ആപ്പുകളും ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസൻറ്റ് ലുക്കിംഗ് ഒരു ഫോണാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും മോട്ടോ G82 ഫിറ്റാണ്. 21,500 രൂപയ്ക്ക് ഇതൊരു നഷ്ടമാണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ് എന്ന് ഞാൻ പറയും. നിങ്ങൾ ക്യാമറയുടെ കാര്യത്തിലോ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലോ എക്സ്ട്രീം യൂസർ ആണെങ്കിൽ നിങ്ങൾക്കിതൊരു നഷ്ടമായിട്ട് തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾക്ക് വേണ്ട ഒരു വെൽ ബാലൻസ്ഡ് ഫോണാണ്, ക്ലീൻ ആയിട്ടുള്ളൊരു ഫോണാണ്, നേരത്തെ പറഞ്ഞ പോലെ ആഡുകളും ചവറുകളും ഒന്നും വേണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ദിസ് ഈസ് എ ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളോട്ട് എത്തുന്നവരെ ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് നൗ.